ഈ കഴിഞ്ഞ ഈസ്റ്ററിന് ഞങ്ങൾക്ക് ഇവിടുന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഹോളി വാട്ടർ. ശരിക്കും എന്താണ് ഈ ഹോളി വാട്ടർ? ഈസ്റ്റർ സമയത്ത് മാത്രം പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഈ ഹോളി വാട്ടറിന് എന്താണ് ഇത്ര പ്രത്യേകത? ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോകുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. അതിനു മുമ്പ് ഈ ഒരു വ്യക്തിയും കൂടിയും നമുക്ക് ആദ്യം അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട അസാധാരണമായി ആത്മീയ വ്യക്തിത്വമുള്ള പഞ്ചക്ഷതധാരിയായ ഫാദർ പാദ്രെ പിയോ. പഞ്ചക്ഷതങ്ങൾ മാത്രമല്ല, ഭാഷാവരം, രോഗശാന്തിക്കുള്ള വരം, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ്, പ്രവചനവരം, ആത്മാക്കളെ വിമോചിക്കാനുള്ള കഴിവ് എന്നിങ്ങനെ അസാധാരണമായ ആത്മീയ പല വരദാനങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഫാദർ പറഞ്ഞൊരു കാര്യം, ബ്ലെസ്ഡ് യുവർ ഹോം എവറി ഡേ. വർഷത്തിൽ ഒറ്റ ദിവസം മാത്രം, അതെ ഈസ്റ്റർ രാത്രിയിൽ മാത്രം തിരുസഭ വെഞ്ചരിച്ച് നൽകുന്ന ജലം ഹോളി വാട്ടർ. ഇനി ഈ ഒരു ഹോളി വാട്ടർ അന്ന് വീട്ടിൽ കൊണ്ടുപോയി ഒരു അലങ്കാര വസ്തുവായി മാത്രം കാണുന്ന ചിലരുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. സാധാരണ പള്ളിയിൽ നിന്നും വെഞ്ചരിച്ചു നൽകുന്ന ജലം പോലെയല്ല ഈ ജലം. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ശനിയാഴ്ച രാത്രിയിലെ കുർബാനയിൽ വലിയൊരു പാത്രത്തിൽ വെള്ളമെടുത്തു വെച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പ്രതീകമായ ആ വലിയ ഈസ്റ്റർ തിരി ആ വെള്ളത്തിലേക്ക് 3 തവണ ആഴ്ത്തി ഇറക്കി വെക്കുന്നുണ്ട് പ്രീസ്റ്റ്. ഇരുട്ടിന്റെ കല്ലറ പിളർന്ന് പ്രകാശമായ ഉയർത്തെണീറ്റ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നിമിഷം, അതെ, മരണത്തെ തന്നെ തോൽപ്പിച്ച ഈശോയുടെ ജീവൻ അതിൽ നിറയുന്നു. ഇനി ഈ വെള്ളം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഉയർത്തെണീറ്റ ഈശോയെയാണ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നത്. അന്നേ ദിവസം കുർബാനയ്ക്കിടയിൽ പല പള്ളികളിലും അച്ഛന്മാര് പറയുന്ന ഒരു കാര്യമാണ്, വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഒരു ജലം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നാനാഭാഗത്തും തെളിക്കേണ്ടതാണെന്ന്. ഇനി ഈശോയോടുള്ള വിശ്വാസത്തോടു കൂടി വേണം ഈ ഒരു ജലം നിങ്ങൾ നാനാഭാഗത്തും വീട്ടിൽ തെളിക്കാനായിട്ട്. ഉയർത്തെഴുന്നേറ്റ ഈശോയെ, അങ്ങയുടെ ജീവജലത്താൽ എന്നെ കഴുകി സുഖപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി വേണം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് മാത്രമല്ല ഈ ഒരു വിശുദ്ധ ജലം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ ഒരു വിശുദ്ധ ജലത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കാണണം. ഏറ്റവും ശക്തിയേറിയ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്നാമതായി കുരിശുവരയാണ്. കുരിശുവരയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. രണ്ടാമത് ഈ ഒരു വിശുദ്ധ ജലം തന്നെയാണ്. വീട്ടിലും വാതിലുകളിലും മക്കളിലും നമ്മളിലും കിടക്കയിലും ശാന്തമായ ഉറക്കം ലഭിക്കാനെല്ലാം ഈ വിശുദ്ധ ജലം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുട്ടികളിലാണ് പെട്ടെന്ന് തന്നെ നെഗറ്റീവ് എനർജി വരുന്നത്, ദൃഷ്ടിദോഷങ്ങളും പെട്ടെന്ന് തന്നെ പേടി പറ്റുക, ഇതെല്ലാം ആദ്യം വരുന്നത് കുട്ടികളിലാണ്. അതുകൊണ്ട് തന്നെ ഫാദർ പാഡ്രോ പിയോ പറയുന്നൊരു കാര്യം, എന്നും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മക്കളുടെ നെറ്റിയിൽ ഈ വിശുദ്ധ ജലം തൊട്ട് കുരിശു വരയ്ക്കണം. അപ്പോൾ ഇനിയെങ്കിലും വിശുദ്ധ ജലം ഒരു അലങ്കാര വസ്തുവല്ലെന്ന് മനസ്സിലാക്കുക.